എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ പലർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഗോസിപ്പ് പറയുന്നതും കേൾക്കുന്നതും. എനിക്ക് തോന്നുന്നത് കൊറോണ വൈറസിനേക്കാൾ കൂടുതൽ സമൂഹത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഗോസിപ്പ് അഥവാ പരദൂഷണം, അല്ലേ? ആദ്യം നമ്മൾക്കൊരു കഥ കേൾക്കാം. പണ്ട് സോക്രട്ടീസിൻ്റെ അടുത്ത് ഒരാൾ എത്തി. തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് പരാതി പറയാൻ വന്നതായിരുന്നു അയാൾ. ഇതറിഞ്ഞ സോക്രട്ടീസ് അയാൾ പരാതി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാളെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു നിമിഷം നിർത്തൂ, ഞാൻ താങ്കളോട് 3 കാര്യങ്ങൾ പറയും. ആ 3 കാര്യങ്ങളോടെ കടന്നു പോയിട്ടും താങ്കൾക്ക് എന്നോടിത് പറയാൻ സാധ്യമെങ്കിൽ മാത്രം എന്നോടിത് പറയൂ. അയാൾ സമ്മതിച്ചു. സോക്രട്ടീസ് പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ഇതാണ്: താങ്കൾക്ക് എന്നോട് പറയാനുള്ള ഈ കാര്യം സത്യം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് കേട്ട് അയാൾ പറഞ്ഞു, സത്യത്തിൽ അതെനിക്ക് അറിയില്ല, എന്നോട് മറ്റുള്ളവർ പറഞ്ഞതാണിത്, അതുകൊണ്ടാണ് ഞാൻ. സോക്രട്ടീസ് പിന്നെയും പറഞ്ഞു, ഓ അത് ശരി, അപ്പോൾ താങ്കൾക്ക് സത്യത്തിൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല, മറ്റുള്ളവർ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ അല്ലേ? ശരി, എന്നാൽ പിന്നെ ഞാൻ 2ാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് പറയാൻ പോകുന്ന കാര്യം നല്ലതാണോ? അയാൾ ഒന്ന് വിക്കി. യഥാർത്ഥത്തിൽ അത് നല്ലതല്ല, നേരെ മറിച്ച്. അയാൾ നിർത്തി. ഓ, അപ്പോൾ നിങ്ങൾക്ക് വളരെ മോശമായ ഒരു കാര്യമാണ് നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് പറയാനുള്ളത്. എന്നാൽ അത് സത്യമാണോ എന്ന് താങ്കൾക്ക് തന്നെ ഉറപ്പുമില്ല അല്ലേ? സോക്രട്ടീസ് ചോദിച്ചു. ശരി, ഇനി 3ാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. താങ്കൾ താങ്കളുടെ സുഹൃത്തിനെ കുറിച്ച് പറയാൻ പോകുന്ന ഈ കാര്യം കൊണ്ട് താങ്കൾക്കോ താങ്കളുടെ സുഹൃത്തിനോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇത് കേട്ട അയാൾ പറഞ്ഞു, ഇല്ല, ഇത് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല, എൻ്റെ സുഹൃത്തിനും പ്രയോജനമില്ല, ആർക്കും ഒരു പ്രയോജനവുമില്ല. ഇത് കേട്ട് സോക്രട്ടീസ് പറഞ്ഞു, ഓ അത് ശരി, താങ്കൾ എന്നോട് പറയാൻ വന്ന ഈ കാര്യം സത്യമാണോ എന്ന് താങ്കൾക്ക് ഒരു ഉറപ്പുമില്ല, എന്നാൽ അത് വളരെ മോശം കാര്യം ആണ് താനും. എന്നാൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആർക്കും ഒരു പ്രയോജനവുമില്ല. അങ്ങനെയുള്ളൊരു കാര്യം എന്നോട് പറയേണ്ടതുണ്ടോ? അങ്ങനെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയം പാഴാക്കേണ്ടതുണ്ടോ? ഇത് കേട്ട അയാൾ തലയും താഴ്ത്തി തിരിച്ചുപോയി. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ അപവാദങ്ങൾ പറയാൻ പോകുന്നവരും കേൾക്കുന്നവരും ഈ 3 കാര്യങ്ങൾ ഒന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിന്നും ഗോസിപ്പ് പറയുമ്പോൾ നിങ്ങൾ ഇറങ്ങി തൊട്ടടുത്ത നിമിഷം ഒരുപക്ഷെ അവർ നിങ്ങളെക്കുറിച്ചായിരിക്കാം സംസാരിക്കുന്നത്, ശരിയല്ലേ? ഒരു ഓഫീസിൽ വളരെ കഠിനാധ്വാനിയായിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം തൻ്റെ മേലധികാരിക്ക് മുന്നിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. ഇത് കണ്ട മേലധികാരി ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഈ ജോലി രാജിവെക്കുന്നത്? അത്രയും നല്ല ജോലിയല്ലേ? അപ്പോൾ അയാൾ വിഷമത്തോടെ പറഞ്ഞു, സർ ക്ഷമിക്കണം, എനിക്ക് ചുറ്റുമുള്ള എൻ്റെ സഹപ്രവർത്തകർ എന്നെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നുണ്ട്. ഇത് പലതവണ ഞാൻ കേൾക്കാനിടയായി. ഇത്തരമൊരവസ്ഥയിൽ ഈ ചുറ്റുപാടിൽ എനിക്കിവിടെ ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കേട്ട മേലധികാരി തൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമൊഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഗ്ലാസ്സിലെ വെള്ളം തുളുമ്പാതെ നീ 3 തവണ ഈ ഓഫീസിന് ചുറ്റും നടക്കണം. തെല്ലൊന്ന് സംശയിച്ച ശേഷം ആ ഗ്ലാസ് വാങ്ങി അയാൾ മേലധികാരി പറഞ്ഞതുപോലെ ചെയ്തു. അതിനുശേഷം ആ ഗ്ലാസ് തിരിച്ചേൽപ്പിച്ചു. മേലധികാരി ആ യുവാവിനോട് ചോദിച്ചു, താങ്കൾ ഈ 3 തവണ ഓഫീസിന് ചുറ്റും നടന്നപ്പോൾ താങ്കളുടെ സഹപ്രവർത്തകർ താങ്കളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ അയാൾ പറഞ്ഞു, സോറി, ക്ഷമിക്കണം, എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ ഗ്ലാസ്സിലായത് കാരണം ഞാനത് ശ്രദ്ധിച്ചില്ല. അത് കേട്ട മേലധികാരി പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും. നീ നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക, ഫോക്കസ് ചെയ്യുക, അപ്പോൾ ചുറ്റുമുള്ളതൊന്നും നിന്നെ ബാധിക്കുകയേയില്ല. നമ്മൾ മറ്റൊരാളെക്കുറിച്ച് ഒരു അപവാദം പറയുമ്പോൾ അത് ശരിക്കും ഒരു അപ്പൂപ്പൻ താടി കണക്കെയാണല്ലേ? അതിങ്ങനെ പറന്ന് പറന്ന് പലരിലേക്കായിട്ട് വ്യാപിച്ചു കൊണ്ടേയിരിക്കും അല്ലേ? പക്ഷേ ആ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അപ്പോഴേക്കും ആ ആൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലേ? പിന്നീട് നമ്മൾക്ക് പറഞ്ഞ വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാനാവുമോ? ഒരിക്കലുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അപവാദങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക, കഴിയുന്നതും മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറയാതിരിക്കുക. എന്തിനാത്?
നമ്മൾക്ക് തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ? ഫോക്കസ് ഓൺ അവർ സെൽഫ്. ദർ ഇസ് എ ഫേമസ് കാർഡ്. ഗ്രേറ്റ് മൈൻഡ്സ് ഡിസ്കസ് ഐഡിയാസ്, average minds discuss events, while small minds discuss people. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ഗ്രേറ്റ് മൈൻഡുള്ള ആളുകളാവണോ അതോ സ്മോൾ മൈൻഡുള്ള ആളുകളാവണോ എന്നത്. ഓക്കെ, താങ്ക് യു.